അവരിൽ കൂടി വളരെ വിലപ്പെട്ട ആലോചന ദൈവം നിങ്ങളോട് അറിയിച്ചത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവദാസൻ ശുശ്രൂഷകളെയും ദൈവം വീണ്ടും ആദരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. പ്രിയ ബേജായും പറഞ്ഞതുപോലെ കൃത്യം 9 മണിക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ഞാനും കർത്താവിൽ ശരണപ്പെടുന്നത്. വായിച്ച തിരുവചനം ഒരിക്കൽ കൂടി ദൈവദാസൻ വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് കർത്താവേ നോക്കിക്കാട്ട് കർത്താവേ നോക്കിക്കാട്ട് കർത്താവേ നോക്കിക്കാട്ട് കർത്താവേ നോക്കിക്കാട്ട് സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം. താമസം എന്താണോ വന്നിടാനേശു, താമസം എന്താണോ താമസം എന്താണോ വന്നിടാനേശു, താമസം എന്താണോ. കാത്തിരുന്നെന്റെ മനം കാന്താനിൻ കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം വെന്തൂരുകുന്നു കണ്ണും മങ്ങുന്നു നാടുവേലേ വെന്തൂരുകുന്നു കണ്ണും മങ്ങുന്നു നാടുവേലേ. താമസം എന്താഹോ വന്നിടാനേശു, താമസം എന്താഹോ താമസം എന്താഹോ വന്നിടാനേശു, താമസം എന്താഹോ. പിശാചിലോകം എത്രനാൾ ഭരിച്ചുകൊള്ളും, എത്രനാൾ പറഞ്ഞുകൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ. കർത്താവേ നോക്കിക്കാട്ട് പാതലത്തിൽ ദുരിതം, കർത്താവേ നോക്കിക്കാട്ട് പാതലത്തിൽ ദുരിതം, കർത്താവേ നോക്കിക്കാട്ട് പാതലത്തിൽ ദുരിതം.
പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം കർത്താവേ നോക്കിക്കാണ്ട് പാർത്തലത്തിൻ ദുരിതം സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ കഥാതാപസം എന്തഹോ വന്നിടേശു കഥാതാപസം എന്തഹോ കഥാതാപസം എന്തഹോ വന്നിടേശു കഥാതാപസം എന്തഹോ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും പെന്തിക്കോസുകാരാ. അതിൽ ഏറെ പേരും പഴയ പെന്തിക്കോസുകാരുമാണ്. പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വേലയിൽ നന്നായി പ്രവർത്തിക്കുന്നവരും ശോഭിക്കുന്നവരും. സൂചന തന്നത് വചനത്തെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദൂരത്തിരുന്ന് ആരെങ്കിലും കേൾക്കുന്നെങ്കിലും അവർക്കും ഈ ദൈവവചനം മനസ്സിലാകുന്നവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ നിലയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഈ 21 ലേഖനങ്ങളിൽ വേദ പഠിതാക്കൾ പറയുന്നത് 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലാണ്. ബൈബിൾ സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. സമാന്തരമായ 2 രേഖ പോലെ. ഇപ്പൊ ചിലര് ഉപദേശിമാരാകുന്നത് ബൈബിൾ സ്കൂളിലൊന്നും പഠിക്കാറില്ല. ഒറ്റ രാത്രി കൊണ്ട് ഉപദേശിയാകുക. ഞാനും ഇരിക്കുന്ന കർത്തദാസന്മാരൊക്കെ പലരും ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാ. അവിടെ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അവിടെ താമസിച്ച് പ്രായമുള്ള ദൈവദാസന്മാർ ബാഗുമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത്, എന്നേക്കാൾ കുറച്ചുകൂടെ പഴക്കമുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അവരുടെ വസ്ത്രമൊക്കെ കഴുകി. അതൊന്നും അടിമപ്പണിയല്ല, ശുശ്രൂഷകരുടെ ഭാഗമാണ്. ചിലതിരിക്കുന്നത് അടിമപ്പണിയാണ്. അവരാരും രക്ഷപ്പെടുകയില്ല. എന്നാൽ ഇത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്തവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ടി.എ. ചെറിയാച്ചാൻ കുഞ്ഞാപ്പിച്ചായൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതാ, ഞാന് ഉണ്ണുണ്ണ സാറിന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് 20 കൊല്ലം ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ വർഷമുണ്ടെങ്കിലും കൂടെ 20 കൊല്ലം സാറപ്പച്ചന്റെ കൂടെ. അത് പറഞ്ഞു നിർത്തിയേച്ച് പറഞ്ഞു, അതെനിക്ക് അനുഗ്രഹമായിരുന്നു. ഇപ്പൊ ഈ പ്രായമുള്ള ദൈവദാസന്മാരൊന്നും ഇഷ്ടമല്ല. അവരെ അങ്ങനെ പിള്ളേര് കളിയാ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എടുക്കുന്നില്ല. ചില കഴിയട്ടെ. തൊടു കഴിക്കാൻ എന്തിനാ കയറി അവിടെ പറയുന്നേ? പ്രായമുള്ളവരെ
ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. സ്തോത്രം. അപ്പൊ നിങ്ങള് ഈ വിശ്വാസ മാർഗത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരെ. അപ്പൊ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലാണ്. ഒന്ന് നമുക്കറിയാം റോമാലേഖനവും, 2 യാക്കോബിന്റെ ലേഖനവും. കാരണം ഈ 2 ലേഖനത്തിൽ ലേഖനകർത്താക്കൾ 2 വിഷയം അരക്കിട്ട് ഉറപ്പിക്കുക. നമുക്കറിയാം റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം. പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ വാക്യം അല്ലെങ്കിൽ എടുത്ത് പൗലോസ് ആ കാര്യം വളരെ കർക്കശമായി തെളിയിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസത്താൽ ഒന്നും നടക്കത്തില്ല, എല്ലാം വിശ്വാസത്താൽ അധിഷ്ഠിതമാണ്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുന്നത് വിശ്വാസം നല്ലതാ, പക്ഷെ പ്രവൃത്തി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് സമാന്തരമായ 2 രേഖ പോലെ ഈ 2 ലേഖനം വന്ന കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഒരേപോലെ പോവുക. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ റെയിൽവേ പാളം പോലെ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഒരേപോലെ പോവുക. ആട്ടെ, ഒരു ദൈവവചനയെ സംബന്ധിച്ച് വിശ്വാസം വളരെ അത്യാവശ്യമാ, അതിലും അത്യാവശ്യമാ പ്രവൃത്തി. ഇത് രണ്ടും ബാലൻസ് കൊണ്ടുപോകണം. ഒരു പക്ഷിയുടെ 2 ചിറക് പോലാണ് വിശ്വാസവും പ്രവൃത്തി. ആട്ടെ, നാം ഇന്ന് രാത്രി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് ചിന്തയ്ക്കെടുത്തത്. ചില ആൾക്കാര് പഠിപ്പിക്കുന്നത് പറയുന്നത് യാക്കോബ് പ്രവൃത്തിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ആ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുത്തത്, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്നാ ചിലരുടെ വാദം. പ്രവൃത്തിയെ ഊന്നിയാണ് യാക്കോബ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന. എന്നാൽ യാക്കോബിന്റെ ലേഖനമായി ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാകും, യാക്കോബിനെ പോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരാൾ വേറെ ഇല്ലെന്നായി എന്റെ വാദം. മറ്റുള്ളവരെല്ലാം രക്ഷയെപ്പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ഇടങ്ങളിൽ പരാമർശിക്കുന്നെങ്കിലും യാക്കോബ് രക്ഷയെപ്പറ്റി പരാമർശിക്കുന്നത് 3 വിധത്തിലെ രക്ഷയാ. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. അങ്ങനെ മറ്റ് ലേഖനം എഴുതിയവരാരും പറയുന്നില്ലെന്നുള്ളതാ അവരുടെ ലേഖനങ്ങളിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠം. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 വാക്യം ഒന്ന് വായിക്കുമ്പോൾ ആ 3 രക്ഷയെ പറ്റി ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും ഒന്ന് ക്രമത്തിൽ വായിച്ച് സഹായിക്കാമെങ്കിൽ നന്ന്. 1-21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ദുഷ്ടതയുടെ ആധിക്യവും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും രക്ഷിപ്പാൻ. അപ്പൊ അവിടെ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ. 5-ാം അധ്യായത്തിന്റെ 19-20 ഒടുവിലത്തെ 2 വാക്യം. 5-19-20. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകും. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും. അപ്പോൾ അവിടെ ആ വാക്യം നന്നായിട്ട് വായിച്ച പ്രാണരക്ഷ, പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ ഒറ്റ വാക്യം പറഞ്ഞ പ്രാണരക്ഷ. 1-ാം അധ്യായത്തിന്റെ 21 ആത്മരക്ഷ, 5-ാം അധ്യായത്തിന്റെ 19-20 പ്രാണരക്ഷ. നിന്ന് വിവരിക്കുന്നില്ല, വിഷയം അതല്ലാത്തത് കൊണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ ആത്മരക്ഷയ, അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം.
എന്ന് പറഞ്ഞാൽ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ രക്ഷിക്കപ്പെടുകയില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. പെന്തിക്കോസ് കുടുംബത്തിൽ കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. പാസ്റ്ററുടെ മോനായതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. സെൻട്രൽ പാസ്റ്ററുടെ മോനായതുകൊണ്ടും സ്വർഗത്തിൽ പോകുകയല്ല. സഭ പണിതത് കൊണ്ടോ പാൻ മേടിച്ചിട്ടത് കൊണ്ടോ ആമൻ മറ്റു ഭൗതിക വസ്തുക്കൾ കൊടുത്തത് കൊണ്ടോ അത് തെറ്റാന്നല്ല, നല്ലതാ, പക്ഷെ സ്വർഗത്തിൽ പോകുകയല്ല. ഉപദേശിമാരെ വീട്ടിൽ പാർപ്പിച്ചത് കൊണ്ടോ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ അതൊക്കെ നല്ല കാര്യം, സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇത് പെന്തിക്കോസുകാരാകുന്ന നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം. സ്തോത്രം. എല്ലാരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പോൾ ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. യാതൊരു പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ടോ ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ രക്ഷിക്കപ്പെടത്തില്ല. കൃപയാൽ ആമേൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കും. ഈ യോഗങ്ങൾ അതിന് ഇടയാക്കി തീർക്കട്ടെ. അപ്പോൾ ആത്മരക്ഷ അത് വിവരിക്കുന്നില്ല. 2 പ്രാണരക്ഷ, അതാണ് 5-ാം അധ്യായത്തിന്റെ 19-20 പ്രാണരക്ഷ. സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. ഇനി ഈ 2 രക്ഷ കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. ആത്മരക്ഷ പ്രാണരക്ഷ ഉറപ്പാക്കി. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഇപ്പോഴത്തെ കാലം അനുസരിച്ച് യാത്ര ചെയ്യാൻ വാഹനം വേണം, വേണ്ടേ? ആത്മരക്ഷ മാത്രം കരസ്ഥമാക്കിയാൽ നമ്മൾ അങ്ങനെ പാലക്കാടിന് പോകും? വണ്ടി വേണ്ടേ? വണ്ടിയൊക്കെ കയറാൻ ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുക്കണേ കാശ് വേണ്ടേ? കാശ് വേണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. അപ്പൊ ദേഹരക്ഷയെ പറ്റി പൗലോസ് യാത്രയോടെ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. സമാധാനത്തോടെ പോയി 15 മുതൽ വായിച്ചോ, അപ്പൊ കുറച്ചുകൂടെ നന്നാകും. സഹോദരനോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ രേഖരക്ഷയ്ക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഈ വകുപ്പും ചട്ടവും പറയുന്നതല്ലാതെ അവന്റെ രേഖരക്ഷയ്ക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞു തരട്ടെ? വേണ്ടേ? മനസ്സിലാകാൻ വേണ്ടിയാ. ഇപ്പോൾ നമ്മുടെ കൂടെ ആരാധിക്കുന്ന സഭയിലാ കൂടുന്നത്, പഴമാലക്കൂടെ. നമ്മുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഏബ്രഹാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരു ഉദാഹരണം ഉടക്കുണ്ടാക്കരുത്. ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരു സാധുവായ വിശ്വാസി 1 സെന്റ് ഭൂമിയിലെ കിടക്കാൻ ഇടവില്ല. നമുക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അവനൊരു 10 സെന്റ് സ്ഥലം കൊടുക്കണം. കൊടുത്തേച്ച് വേണം തമ്പയറടിച്ച് ഗ്ലോറി വിക്ടറി കാൽവറിന്ന് പറയാം. എന്നാ നടക്കുവോ? അതാ ശരി, വേണ്ടേ? അവൻ കയറി കിടക്കണ്ടേ? അല്ല തമ്പേർ തല്ലി പൊട്ടിച്ചുകൊണ്ട് കാര്യമായോ? ആഴ്ച 3 തമ്പേർ കുമ്പനാട്ടിൽ നിന്ന്. തമ്പേർ വേണ്ടെന്നല്ല, തമ്പേർ അടിക്കരുതെന്നുമല്ല. അവന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ള ചെയ്യണം. നിനക്ക് 10 ഷർട്ടുണ്ട്, നിന്റെ കൂടെ ആരാധിക്കുന്നവന് നല്ലൊരു ഷർട്ടില്ല, ഒരെണ്ണം അവന് കൊടുക്കണം എന്നുവെച്ചാൽ വകുപ്പ് പറയണം. നിങ്ങളെല്ലാം ശ്വാസം വിട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാ? ഞാൻ കാര്യം പറഞ്ഞതല്ലേ ഉള്ളു. നിങ്ങൾ ശ്വാസം വിട്ടു, നെഞ്ചു വല്ലം കരുത്. സ്തോത്രം. നീ 2 കോടി 3 കോടി 4 കോടിക്ക് വീട് പണിയുന്നു, ദൈവം തന്നതാ, ഞാൻ എതിർക്കുന്നില്ല. നിന്റെ കൂടെ ആരാധിക്കുന്നതിന് ഒരു മുറി പണിതൊരു കഥക് വെച്ച് 2 ഷീറ്റ് ഇടാൻ നിർഭാഗമല്ല. നിന്റെ പട്ടിക്കൂടിന്റെ കാശ് മതി അവന് 2 ഷീറ്റ് ഇട്ട് കൊടുക്കാൻ. എന്നാ വെച്ചാ കൊടുക്കുന്നവരില്ലെന്ന് ഞാൻ പറയത്തില്ല. പെന്തിക്കോസിനകത്ത് ഇത് ചെയ്യുന്ന 100 കണക്കിന് ദൈവമക്കളുണ്ട്. ഇനിയും അനേകർ ചെയ്യണം. അങ്ങനെ നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ത്രൂൺ ടീം പ്രവർത്തനം നടത്തണ്ടായിരുന്നു. നമ്മളിതൊന്നും ചെയ്യാതെ നെടുക നടന്നങ്ങ് ടീം പ്രവർത്തനമാണ്. നമ്മൾ ഇതെന്തേലും അങ്ങ് ചെയ്യാറുന്നേ ഇത്രയും പ്രവർത്തിക്കണ്ട, അവരോട് ഇങ്ങോട്ട് വന്ന് സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. ദൈവത്തിന്റെ മകത്ത്. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, ഇത് 3ഉം യാക്കോബ് വളരെ കർക്കശമായി സ്ഥാപിക്കുക. അപ്പം ഈ ലേഖനം രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ലേഖനമായ യാക്കോബിന്റെ ലേഖനം.
അതെ, ഈ യാക്കോബിന്റെ ഓടിച്ചു പോവുക. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം 5 അധ്യായങ്ങൾ. ഈ 5 അധ്യായങ്ങൾ വേഗത്തിൽ ഓടിച്ചൊന്ന് അപഗ്രഥിച്ച് പഠിക്കാൻ ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളായിട്ടാണ്. ഒരു വിഷയമല്ല, നമുക്കിതൊന്ന് ഓടിച്ച് മനസ്സിലാക്കാൻ. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവർത്തിക്ക് ആ കുഞ്ഞുങ്ങളെ ശാന്തമാക്കി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോ ചുമതലപ്പെട്ടവരോ അപ്പൊ ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവർത്തിക്ക് ഊന്നൽ കൊടുക്കുവാൻ ഊന്നി പറയുന്നു. 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 5 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ നമ്മുടെ കുറുവാക്യം 7-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 1-ന്റെ 12-ാം. പരീക്ഷ സഹിക്കുന്ന 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി 2-ാം അധ്യായം പ്രവർത്തിക്ക് 2 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? എന്താ ഉപകാരം? അപ്പൊ പ്രവർത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു. 3-ന്റെ 5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം, നാവ് ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. അപ്പൊ നാവിന് നിയന്ത്രണം. 4-ാം അധ്യായത്തിന് നമ്മൾ കുറുവാക്യമാണ്. എതിർത്ത് നിൽപ്പീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പൊ ഒരു പോരാട്ടമാണ്, എതിർത്ത് നിൽക്കണം. 5 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 5-ന്റെ 7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ. അപ്പൊ ശ്രദ്ധിക്കുക, വേഗത്തിൽ പഠിപ്പാൻ 5 അധ്യായം അപഗ്രഥിച്ചൊന്ന് ഓടിച്ച് പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, 2-ാം അധ്യായം പ്രവർത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം, 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അത് ഒന്ന് ഓടിച്ച് പറഞ്ഞ് നമ്മൾ എടുത്ത വാക്യത്തിൽ വന്ന് കൃത്യസമയത്ത് നിർത്തണമല്ലോ. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷ സഹിക്കുന്നത് ഭാഗ്യമാണ്. എന്നാൽ നമ്മുടെ അജ്ഞത കൊണ്ടാണോ, അറിവുകേട് കൊണ്ടാണോ, അതോ ഇനി ഇങ്ങനെ പിന്തുടർച്ച വന്നത് കൊണ്ടാണോ, എന്തെങ്കിലും ഒരു പരീക്ഷയോ പ്രശ്നം വന്നാൽ നമുക്കത് സഹിക്കാൻ താല്പര്യവുമില്ല. ഉടനെ നമ്മളത് മാറിപ്പോകാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എന്തേലും ഒരു പരീക്ഷയോ പ്രതിസന്ധിയോ വന്നാൽ ഉടനെ നമ്മളത് മാറിപ്പോകാൻ ഉപവസിക്കുക. പാസ്റ്ററോട് പറയും, പാസ്റ്റർ ചില പരീക്ഷകളുണ്ടെന്നാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു 3 ദിവസം അടിയന്തരമായിട്ട് ഉപവാസ പ്രാർത്ഥന. ഈ അടിച്ചു പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ, പാസ്റ്ററുടെ അറിവിൽ ആരെങ്കിലും ബന്ധനം അടിക്കുന്നവരുണ്ടെങ്കിൽ, എന്താന്ന് വെച്ചാൽ ഇത് വരുന്ന പ്രശ്നം അങ്ങ് പരീക്ഷ മാറണം. എന്നാൽ പുസ്തകം പഠിപ്പിക്കുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നീ ഒരു ശരിയായ ദൈവവൈതലാണോ ഇല്ലയോ എന്ന് അറിയുന്നത് പരീക്ഷ കഴിയുമ്പോഴാണ്. അല്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത പദം, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ ഈ പരീക്ഷ കഴിയുമ്പോഴാ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയുന്നത്. ആളെങ്ങനെ ഈ ഉദാഹരണം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് ഉഴപ്പം പിള്ളേരുണ്ട്. ക്ലാസ്സിൽ കയറുകയില്ല, അന്നുള്ള പോഷൻ പഠിക്കുകയില്ല, അഥവാ ക്ലാസ് കയറിയ ടീച്ചറെ ശ്രദ്ധിക്കത്തില്ല, പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ഉഴപ്പി നടക്കുക, വീട്ടിൽ വന്നാലും പഠിക്കുകയില്ല. ഇങ്ങനെ ഉഴപ്പുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഉഴപ്പന്മാരായ പിള്ളേര് പണ്ടത്തെ പരീക്ഷകൾ പഴയ ഞങ്ങളുടെ നാട്ടിലെ രീതി വെച്ചാൽ, ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പൊറുക്കണം. പണ്ട് എൻ്റെ കുഞ്ഞുനാളില്, നിങ്ങൾ പലരുടെയും കുഞ്ഞുനാളിൽ പരീക്ഷകൾ, സ്കൂളിലെ പരീക്ഷ ഇങ്ങനെയാ പറയുന്നത്, ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷയും. ഇവിടെ അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷ. അപ്പം ഈ ഉഴപ്പി അടിച്ച് നടക്കുന്ന പിള്ളേർക്ക് വലിയ പരീക്ഷയുടെ ദിവസം വരുമ്പം വെപ്രാളമാണ്. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, ക്ലാസ് കയറിയിട്ടില്ല, കയറിയാൽ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ഉഴപ്പി നടക്കുകയായിരുന്നു ഒരു വർഷം. എന്നാലാ വലിയ പരീക്ഷ വരുന്നു. അപ്പൊ അവന്റെ ചിന്തയും പ്രാർത്ഥനയും, ദൈവമേ സ്കൂളിനെ തീ പിടിക്കണേ,
ക്ലാസ് ടീച്ചർ ചത്തുപോണേ. ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കത്തിക്കണേ ആരെങ്കിലും. കാരണം പരീക്ഷ എഴുതണ്ടല്ലോ. എന്നാൽ മറുവശം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഒറ്റ അറ്റൻഡൻസ് പോലും വിടാതെ സ്കൂളിൽ ചെന്ന് ആ ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ച് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചറെ വളരെ ശ്രദ്ധിച്ച് നോക്കി ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് അന്നന്ന് ചെയ്ത് അന്നെന്നുള്ള പോർഷൻ അന്നന്ന് പഠിച്ച് എല്ലാം ഹൃദിസ്ഥമാക്കി വളരെ തിട്ടമായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ ഉള്ളിലെ ആഗ്രഹം എന്നാണെന്നറിയോ? വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേ. അവൻ ആ ഡേറ്റ് കാണുമ്പോൾ സന്തോഷമാണ്. എല്ലാ ദിവസവും തന്നെ കലണ്ടറെ നോക്കും. 8 മുതൽ 15 വരെ വലിയ പരീക്ഷ. ദൈവമേ എത്രയും പെട്ടെന്ന് ആ ഡേറ്റ് ആകണേ. കാരണം എല്ലാം പഠിച്ചിരിക്കുക. ഈ പരീക്ഷ കഴിയുമ്പോഴാ ഇവൻ തെളിഞ്ഞു വരുന്നത്. മറ്റവന്റെ ചിന്തയോ സ്കൂളിൽ നിന്ന് തീ പിടിക്കണമെന്ന്. പഠിച്ചവനോ പരീക്ഷ വരട്ടെന്ന. എന്താ ഇത് പറഞ്ഞ? ആത്മീകത്തിൽ ഇതൊക്കെ തന്നെ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെ ഉഴപ്പ. സഭയിലും വരികയില്ല, കൂട്ടായ്മ ആചരിക്കത്തില്ല, സഭയുടെ ഒരു യോഗത്തിനും വരികയില്ല, സഭായത്തിന് വന്നാൽ തന്നെ പൂർണ്ണമായിട്ട് ഇരിക്കത്തില്ല, താമസിച്ച് വരും, നേരത്തെ പോകുമില്ലേ, സാക്ഷി കഴിയുമ്പോൾ മിറ്റത്ത് യാടും, ദശാംശം കൊടുക്കുകയില്ല, കൈയടിക്കത്തില്ല, പാടുകയില്ല, ആരാധിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല, ദൈവമക്കളുമായുള്ള ആത്മീക ബന്ധമില്ല, വേറെ പുസ്തകം വായിക്കത്തില്ല, ഒരു കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയത്തില്ല, ഒരു വീട്ടിൽ കയറി ഒരു സുവിശേഷം പറഞ്ഞിട്ടില്ല. അവൻ പാടത്തിൽ ചെയ്യാത്തവരുണ്ട്. അവർക്ക് പേടിയാ പരീക്ഷ. അവരാ പറയുന്നത് അടിക്കുന്ന പാസ്റ്റർമാരെ ആരേലും ചൊല്ലി അടിക്കുന്നവരാരേലും ഉണ്ടോ? കൂടൽ കുഞ്ഞുഞ്ഞോ, വാര്യാവര യോനാച്ചനോ, പത്തിച്ചിറ യോനാച്ചനോ, അഞ്ചൽ ജോർജ് കുട്ടിയോ, ML ജോർജ് കുട്ടിയോ, കൊളക്കട കുഞ്ഞമ്മയോ? ഇത് മുഴുവൻ ഉഴപ്പ. എന്നാൽ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് പരീക്ഷ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പരീക്ഷ വിഷയമല്ല. അവര് പറയും ഏത് പരീക്ഷ വന്നാലും അതിനെ ജയിക്കുവാൻ എന്റെ ദൈവം എനിക്ക് കൃപ തരും. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകി വരുന്ന ഉയർച്ചകളെ വിചാരങ്ങളെ പിടിച്ചടക്കും. അവർക്ക് ഇതൊന്നും വിഷയമല്ല. സ്തോത്രം. ഉദാഹരണം അബ്രഹാം ജയിച്ചല്ലോ. ജയിച്ചതിന്റെ തുടക്കത്തിലേ ജയിച്ചാ നിൽക്കുന്നത്. അതുകൊണ്ടാ ദൂരെ വെച്ച് ആ സ്ഥലം കണ്ടപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞ് കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ചെറുക്കനോടെ പോയി ആരാധിച്ചു. അത് വേർപാടിനെ കാണിക്കുന്നത്. വേർപാട്. നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞാൻ വരുന്നെന്നല്ല, ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമാണ്. അപ്പോൾ പ്രമേണത്തിൽ നിൽക്കുന്നവന് പരീക്ഷ വിഷയമല്ല. ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിക്കട്ടെ, നമുക്കെന്നെ പെന്തിക്കോസ് കൊല്ലം കൊണ്ട് ഇങ്ങനെ വെപ്രാളം തില്ലുക. നീ വെപ്രാളം പിടിച്ചാൽ വലിയ ഇത് മാറുമോ? പെന്തിക്കോസുകാരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഒപ്പിട്ടു. നമുക്ക് നിവേദനം, ആരുടെ നിവേദനം എവിടെ കൊടുക്കാൻ, എവിടേക്ക് വന്ന, എവിടെയേക്കെന്നൊരു സ്ഥലം വേയിച്ചാൻ പറ. എവിടെയാക്കാനാ? ഒന്നും നടക്കുകയല്ല. സ്തോത്രം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. ഇയ്യോ പറഞ്ഞതുപോലെ നീ പറ, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാൻ ഉയരത്തിലുമാ. നമുക്ക് നീതിയുള്ള വിധി ഉയരത്തിന്നാ വരുന്നേ. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം, പക്ഷെ നീ ഇത് ഗുണം വരുത്തുമെന്നും പറഞ്ഞൊന്നും ചെയ്യണ്ട. ഇന്ന ഗവൺമെന്റ് കയറിയാണ് നമുക്ക് ഗുണം വരുത്തും. ഉടനെ പാസ്റ്റർമാർ വരെ ഇപ്പം പാർട്ടിക്ക് വേണ്ടി. പിന്നെ നമ്മുടെ സഭയെ വിളിച്ച്, നമ്മുടെ സഭ ഇവർക്കുള്ളതാണോ സഭ? ആണോ? അവർക്കുള്ളതാണോ സഭ? സഭ ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആരാധിക്കാനും സ്തോത്രം ചെയ്യാനുമാണ്. സഭാകുള്ളിലായി ഇപ്പം മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? ഞാൻ എന്തെങ്കിലും അപാകത പറഞ്ഞോ ഉണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തി തരണം. ഹല്ലേലൂയ. സഭ അതിനുള്ള സ്ഥലമല്ല. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ നടത്തി. ഒരാഴ്ച മുഴുവൻ നിന്റെ കുടുംബത്തെ നിന്നെ സൂക്ഷിച്ചു. ആ ഒരാഴ്ച തികയുമ്പോൾ ഒന്നിച്ചു കൂടുന്നത് ആമൻ ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തിന് നന്ദി അർപ്പിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. അല്ലാതെ ആമൻ പാർട്ടിയുടെ മീറ്റിംഗ് വെക്കാനും ആമൻ വേറെ മീറ്റിംഗ് വെക്കാനല്ല ദൈവസഭ. അങ്ങനെ മീറ്റിംഗ് വെച്ചാൽ അടിച്ച് നിന്റെ ആണപ്പല് ദൈവം തകർക്കും.
നമുക്ക് നാളെ യോഗമില്ലല്ലോ വൈകിട്ട്, എന്നാ ഇന്ന് പറഞ്ഞേച്ചങ്ങ് പോയേക്കാം. അതിൽ ഒടുവിലത്തെ രാത്രി എന്നെ വിളിച്ചത് തന്നെ നന്നായി. ഇടയ്ക്കാ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതാകെ സ്തോത്രം. സഭ ദൈവത്തെ ആരാധിക്കാനുള്ള തലവാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും BJP-ക്കും കമ്മിറ്റി കൂടി തീരുമാനിക്കാനുള്ള സാധനമല്ല സഭ. ഞാൻ നെന്മാറക്കാരോട് മാത്രമോ ഈ മലബാർ സൗത്ത് സോണലിനോട് മാത്രമല്ല പറഞ്ഞത്, ലോകമെമ്പാടുമുള്ള സകല പെന്തിക്കോസുകാരോടുമാണ്. പിന്നെ ഇവിടെ ഇപ്പം മൈക്ക് കിട്ടി, നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഇത് വേറെ സ്ഥലമായിരുന്നേ അവിടെ പറയും. എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് എന്നാ നിങ്ങൾക്ക് ചിലർക്കൊരു പരുവക്കേട് പോലെ. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ അങ്ങനെ നിന്നാൽ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിലുണ്ട്, അവിടുന്ന് സകലം നിയന്ത്രിക്കുന്നത്. അപ്പൊ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ഓരോ അധ്യായത്തിലും കയറി ഇങ്ങനെ പോയാൽ എടുത്ത വിഷയം പറയാനൊക്കത്തില്ല. അതുകൊണ്ട് 2, 3, 4, 5 അധ്യായത്തിലെ കാര്യങ്ങൾ പറയാണ്. എടുത്ത വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുക, അതിനെ സമയമുള്ള. അതുകൊണ്ടാണ്. അപ്പൊ 4:7 വായിച്ചോ ദൈവദാസനെ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ? അപ്പൊ എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാ ഇന്ന് രാത്രിയിലെ വിഷയം. എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. ഞാൻ സാധാരണ ഈ ഭാഗം സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഈ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവമാണ് ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നത്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഉപവാസ പ്രാർത്ഥനയും കൂടെ ആയതുകൊണ്ടാണ്. എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം. ഞാൻ ആ വിഷയത്തെ എൻ്റെ ശൈലിയിലെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ. ഇസ്രായേലിൽ പണ്ട് ഒരു ഉപവാസ പ്രാർത്ഥന, അത് എൻ്റെ ഭാഷ പറഞ്ഞ ഒരു 40 days ഫാസ്റ്റിംഗ് പ്രയർ. 40 ദിവസത്തെ, അങ്ങനെ ഇതിപ്പോ 21 ദിവസത്തെ അല്ലേ, ഒരു 40 ഇരിക്കട്ടെ, ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 days ഫാസ്റ്റിംഗ് പ്രയർ. ഇപ്പോഴത്തൊക്കെ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ ഈ ഫാസ്റ്റിംഗ് പ്രയർ എന്നങ്ങനെ ചിലയിടത്തെ വെക്കുകയുള്ളൂ. ഉപവാസ പ്രാർത്ഥന അല്ല, ഈ തീമഴ, അഗ്നിമഴ, മാരി, ഡുനാമീസ്, ഓരോരോ പേരുകളാണ്. ഫയർ, പവർ കോൺഫറൻസ്, ഇങ്ങനെയാണോ പവർ കോൺഫറൻസ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഈ നോട്ടീസിൽ ഇങ്ങനെ പലതും വെക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ യോഗമൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ ഭയങ്കര പാട്ടുകാരെ കൊണ്ടുവരണം. ഇവര് പിന്നെ മര്യാദക്കാരാ. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, മിക്ക പാട്ടുകാരുടെ ഇടയിലും രക്ഷിക്കപ്പെടാത്തവരാ. ടീമല്ലേ, ശരിക്കും ഗുണപ്പെടാത്തവരുണ്ട്. ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ധാരാളം എണ്ണമുണ്ട്. അവര് കയറി ആ കസർത്തിട്ട് മുന്നേ ആ തീ കത്തട്ടെ. ഏത് തീ? ഇവൻ ഇത് എന്നതാന്ന് പോലും അറിയാൻ മേല. ചുമ്മാ. അപ്പൊ വലിയ വലിയ പാട്ടുകാരെ, ട്രൂപ്പ്. ഇനി പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരും അതുപോലെ പ്രഗത്ഭരെയാ. നോട്ടീസിലൊക്കെ കണ്ട ഡോക്ടർ, റോവറൻ, സോ ആൻഡ് സോ, ഒത്തിരി ഒത്തിരി വിശേഷണങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ എതിർക്കുന്നില്ല.
അപ്പൊ ഇസ്രായേലിൽ ഒരു ഉപവാസ പ്രാർത്ഥന 40 ദിവസം. ഈ ഇസ്രായേലിലെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, എന്റെ വചനത്തെ കൂട്ടുപിടിച്ച ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, 2 ഗ്രൂപ്പുകൾ. ഇപ്പം 2 ഗ്രൂപ്പ് എന്ന് പറയാനൊക്കത്തില്ല, 2 പാനല്. നമ്മളിപ്പം ഇന്ത്യൻ പെന്തിക്കോസ് ആയതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ ഈ എഫക്റ്റ്. പാനല്, 2 പാനൽ. അപ്പൊ ഈ 40 days ഫാസ്റ്റിംഗ് പ്രയർ 2 പാനല്, 2 ഗ്രൂപ്പ്. ഒരു വാക്യം വായിച്ചേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3, 2 പാനല്, 2 ഗ്രൂപ്പ്. ആരും എഴുന്നേറ്റ് പോകരുത്, 9 പോകാവൂ. 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 1 ശമൂവേൽ 17:3. ഫെലിസ്ത്യർ അത് തന്നെ ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്ത്. ഇസ്രായേലിയർ അപ്പുറത്ത്. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പുറത്തും അപ്പുറത്തും 2 ഗ്രൂപ്പ്, 2 പാനൽ. തെളിഞ്ഞോ? മതി. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയര് അപ്പുറത്ത്. 2 ഗ്രൂപ്പ് അല്ലെ, 2 പാനൽ. ഇപ്പൊ എവിടെ ചെന്നാലും ഗ്രൂപ്പ് അല്ലേ? മിക്ക സഭകളിൽ ചെന്നാലും ഗ്രൂപ്പിസമാണ്. പിണങ്ങരുത്, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ്, ട്രഷററും കമ്മിറ്റിയും കൂടെ വേറൊരു ഗ്രൂപ്പ്. ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. ചില സഭകളിൽ ചെന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ലണ്ടൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നാടൻ എല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. വേറെ ചില സഭകളിൽ ചെന്നാൽ നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇരുനിറമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, വിളറിയതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസം. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വീട്ടു ഗ്രൂപ്പ് അല്ലേ? അമ്മയും മോനും ഒരു ഗ്രൂപ്പ്, അപ്പനും മോളും വേറൊരു ഗ്രൂപ്പ്. ചില വീട്ടിൽ അമ്മയും മോനും, ആമ്പിള്ളേർ പ്രായമായി കഴിഞ്ഞാൽ അമ്മയും മോനും ഒരു കേട്ട. അമ്മ മോനോട് പറയും, നീ ബാങ്കിൽ പോയി കാശ് എടുത്തോണ്ട് വാ. ഉടനെ അവൻ പറയും, പപ്പ അത് അവിടെ എങ്ങാനും ഇരുന്നോളൂ, നിന്നോട് പറയുന്ന കാര്യം കേട്ടാൽ മതി. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എവിടാ ഗ്രൂപ്പില്ലാതെ? ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് ഞാനങ്ങ് പറയുക, 2 ഗ്രൂപ്പ്. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയര് ഇപ്പുറത്തും 2 ഗ്രൂപ്പാ. ഈ ഗ്രൂപ്പിസം ഉള്ളിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങൾ വചനം അറിയാവുന്നവരായതുകൊണ്ട് അറിയാം. പണ്ട് ഇതുപോലൊരു പാനല് വേറൊരിക്കലുണ്ടായി. ഒരു പാനല്, അത് നിങ്ങൾ വചനം പഠിക്കുന്നവരൊക്കെ, ഈ ശൗൽ അങ്ങ് മരിച്ചു. ശൗല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇസ്രായേലിൽ 2 പാനല്. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നേരിന്റെ മകൻ അബ്നേരും ഈശ്മോശത്തും കൂടെ, ശൗലിന്റെ മകൻ നേരിന്റെ മകൻ അബ്നേര്, ശൗലിന്റെ മകൻ ഈശ്മോശത്തിന്റെ ചേവകനും കൂടെ ഒരു പാനല്. തൊട്ടപ്പുറേ ദാവീദിന്റെ പെങ്ങടെ മകൻ യോവാവിന്റെ വേറൊരു പാനല്. 2 പാനല്. ശൗല് മരിച്ചപ്പോഴാ. അപ്പൊ ഈ പാനലുകാർ 2 കൂടെ വന്നു. 2 പേരും കുറഞ്ഞ പുള്ളിക്കാരില്ല, 2 നല്ല തലക്കനമുള്ള നേരിന്റെ മകൻ അബ്നേര്. നേരെന്ന് പറഞ്ഞാൽ ശൗലിന്റെ അപ്പനാകുന്ന കീഷിന്റെ അനിയൻ നേര്. അപ്പൊ കീഷിന്റെ മകൻ നേരിന്റെ മകൻ അബ്നേര്. ഇപ്പോഴാണെങ്കിൽ ദാവീദിന്റെ പെങ്ങള്, ദാവീദിന്റെ 2-3 പെങ്ങന്മാർ, അതിലൊന്നാ സെരൂയ. 3 ആമ്പിള്ളേര്, യോവാബ്, അബീഷായി, അസാഗേല്. അതില് യോവാബ് മിടുക്കനാ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ അനന്തരവൻ ഒരു പാനലിന്റെ നേതാവ്. ശൗലിന്റെ ഫസ്റ്റ് കസിൻ വേറൊരു ഞാൻ മാറ്റി എടുക്കാം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്നത് വായിച്ചു. അനന്തരം ദാവീദ് യഹോവയോട്, അല്ലല്ലോ 2:12 എടുത്ത് ഇവിടെ കണ്ണിക തുടങ്ങുന്നത്. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈശ്ബോശത്തിന്റെ ചേവകരും മഹനയീമിൽ നിന്ന്
ഗിബയോനിലേക്ക് വന്നു. ഗിബയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ അപ്പൊ സെരൂയയുടെ മകനായ യോവാബും ആ ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. അപ്പൊ ശ്രദ്ധിക്കണം, എന്റെ വിഷയം അതല്ല, പിന്നെ വന്ന വഴിക്ക് ഈ ഭാഗം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകൻ ഈശ്വോശത്തിന്റെ മകനും അതൊരു പാനല്. എന്റെ ലീഡർ അബ്നേരാ. എന്നാ ഇങ്ങനെ ദീർഘശ്വാസം വിടുന്നത്? ഞാൻ കണ്ടു ദീർഘശ്വാസം വിടുന്നത്, ഞാൻ കണ്ടു. പാനലായതുകൊണ്ടാണ്. ഒന്ന് ഭാരപ്പെടുമെന്ന് ദൈവത്തിന് മകൻ. ഹല്ലേലൂയ. യോജാന് ദീർഘാശ്വാസം ഒന്നുമില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എഴുന്നേറ്റ് പോണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് യോഗം കഴിഞ്ഞ് പോയാൽ മതി. അവിടെ ഇരിക്കും. ഞാൻ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുകയല്ലെന്നായിരിക്കും. എന്നെ നമുക്ക് അത് പിന്നെ വീട്ടിൽ പോയി നമുക്ക് വായിക്കാം. എന്നെ നോക്കേ, ഞാൻ ദോഷമൊന്നും പറയുന്ന ആളല്ല. ഓ സ്തോത്രം. രണ്ട് പാനലുകാര്, ഒന്ന് നേരിന്റെ മകൻ അബ്നേർ, ഇപ്പുറത്തെ പാനലിൽ യോവാബ്. രണ്ടും കുറഞ്ഞ പുള്ളിക്കാരൻ, രണ്ടും തലക്കനമുള്ളവരാ. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടതാ ഒരുത്തൻ. ബെന്യാമീൻ ഗോത്രമാ, കടിച്ചു കീറുന്ന. മറ്റത് ദാവീദിന്റെ ബന്ധവാ, യഹൂദാ ഗോത്രം, ബാലസിംഹം. അതാ പറഞ്ഞ രണ്ടും നല്ല തലക്കനമുള്ള. ഈ കനവും തലക്കനവും ഉള്ളവർക്ക് ഈ പാനലുണ്ടാക്കാനൊക്കെ ഉള്ളു. ചുമ്മാ റബ്ബർ വെട്ടി കിടക്കുന്ന ഈ പാനലുണ്ടാക്കാൻ ചെന്നാൽ അവര് നല്ല തേമ്പ് ഒരു കാര്യം ഇങ്ങനെ വീശുക. ഇങ്ങനെ ചൂണ്ടിക്കാണ്. അത് അത്യാവശ്യമാണ്, ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മകൻ എല്ലാരും ശ്രദ്ധിക്കണം. പ്രസംഗിക്കുന്ന നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടാ. ഇത് ഇരുവായ്ത്തലകളുള്ള വാളാ. എന്നെയും വെട്ടും, എന്നെയും ചെത്തും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷാവിധി എനിക്കാ വരുന്നത്. നിങ്ങളെ നോക്കിയല്ലേ ഞാൻ പറഞ്ഞേ, കൂടുതൽ ഞാനാ കണക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ കേൾക്കുന്നതേ ഉള്ളൂ, ഞാനാ പറയുന്നത്. കൂടുതൽ എനിക്കാ. അതുകൊണ്ട് ഞാൻ ഭയത്തോടാ ഇത് പറയുന്നത്. ഇത് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ അകൃത്യങ്ങളും എൻ്റെ അപാകതകളും ക്ഷമിക്കണമെന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചാ ഇത് പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാനും നിങ്ങൾ യഥാസ്ഥാനപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ആര് കൈവിടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ട് പാനല്, ഒരു പാനലിന്റെ നേതാവ് യോവാബ്, ഇപ്പുറത്തെ പാനലിന്റെ നേര് അബ്നേർ. അപ്പൊ ഈ രണ്ടു കൂട്ടരും കൂടെ ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. ഗിബയോൻ, അപ്പൊ ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞാൽ ഇന്ന് അവിടെ നിന്ന് തന്നെ പറയേണ്ടി വരും. ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നപ്പം ഈ പാനലിന്റെ നേതാക്കന്മാര്, ഇവിടെ യോവാബ്, അപ്പറേ അബ്നേർ. അപ്പൊ യോവാബ് അബ്നേരിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബാല്യക്കാര് നമ്മുടെ മുന്നിൽ ഒന്ന് കളിക്കട്ടെ. ബാല്യക്കാര് നമ്മുടെ മുന്നിൽ ഒന്ന് കളിക്കട്ടെ. നമുക്കിപ്പോ ടൈം ഉണ്ടല്ലോ, കോവിഡ് ആയതുകൊണ്ട് മറ്റു യോഗങ്ങളൊന്നും, ഒരു യോഗങ്ങളും ഇപ്പൊ എല്ലാം സൂമിനകത്ത് വിടാ. കാണാമോ? കാണാം. ബാബുച്ചാൻ എന്തിയേ? ബാബുച്ചാൻ കുളിക്കാൻ അങ്ങോട്ട് കയറി ഇങ്ങനെ സാറ്റ് കളിച്ചിരിക്കുക സൂമിനകത്ത്. ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട് കളിക്കാൻ. അപ്പൊ യോവാബ് പറഞ്ഞു, ബാല്യക്കാരാണ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെന്ന്. വായിച്ച്, അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും. ഞാൻ പറഞ്ഞ രണ്ട് പാനൽ, ഇവരും ഇപ്പുറത്തും അവരും അപ്പുറത്തും. നമ്മൾ 17 വായിച്ചത് ഇപ്പുറത്തും അപ്പുറത്തും, ഇവിടെ വായിക്കുന്നത് ഇപ്പുറത്തും അപ്പുറത്തും. അതാ പറഞ്ഞ ഗ്രൂപ്പിസം. ഇവര് കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും, ഇപ്പുറത്തും അപ്പുറത്തും. അടുത്തത് അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. നമുക്കിപ്പോ ഇഷ്ടം പോലെ കളിക്കാൻ. പണ്ട് നമുക്കൊന്നും ഇല്ലായിരുന്നു. ഒരു ജോഡി ഡ്രസ്സും ഒരു ചെറിയ സൈക്കിള്, സൈക്കിള് ബെർക്കുലീസിന്റെ ഒരു സൈക്കിള്, അതും ആരാണ് മേടിച്ചു തന്നതാ. അത് ചവിട്ടി നമ്മുടെ നെന്മാറന്ന് ഗോവിന്ദാപുരം വരെ ചവിട്ടി നമ്മുടെ ഊപ്പാട്. അന്ന് കളിക്കാൻ നേരം വന്നു. ഇപ്പൊ പിള്ളേര് കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി. ഞാൻ എതിരല്ല, എല്ലാരും പോട്ടെ. പോയി ഇപ്പൊ പരുവക്കാടല്ല, കാക്കപ്പുള്ളല്ല മാറി 10 പുത്തനിപ്പം കയ്യും സൈക്കിൾ ചവിട്ടിയ നിന്റെ വീട്ടിൽ ഇപ്പം ഓടി കിടക്കുന്നു, BMW കിടക്കുന്നു. വേറെ അതിന്റെ വലിയ എന്തുവാ
ബെൻസ്, ഇംപാല, അതിപ്പോ അധികം ഇല്ല. ഇപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലും ഉണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് കളിക്കാൻ സമയമുണ്ട്, കാശ് എടുത്തെറിയാൻ. പണ്ട് സ്വോത്രകാഴ്ച ഇടാൻ 10 ചക്രമില്ലായിരുന്നു. വയറു നിറച്ച് ആഹാരം കഴിച്ച ദിവസങ്ങൾ തന്നെ വിരളമാണ്. ഇപ്പൊ ഇഷ്ടം പോലെ കാശ് കളിക്കാൻ. ചെറ്റപ്പുര ഇരുന്നിടത്തെല്ലാം വൻമാളികകളായി. അതിനകത്തിരുന്ന കളിക്കാനുള്ള തന്ത്രങ്ങള്. ഞാൻ ഒരാളോടല്ല ഈ പറയുന്നത്, മുഴുവൻ പെന്തിക്കോസ് ലോകത്തോടായി പറയാൻ. അപ്പൊ പറഞ്ഞു ബാല്യക്കാരന് നമ്മുടെ മുമ്പാകെ കളിക്കട്ടെ, സമയമുണ്ടല്ലോ നമുക്ക് കളിക്കാൻ. കാശുമുണ്ട്, ആളുമുണ്ട്, സാഹചര്യമുണ്ട്, കളിക്കട്ടെ. ഞാന് ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ ഭാഗം പറഞ്ഞങ്ങ് വിടാം. അതേ ഒക്കുള്ളൂ. ഇന്ന് കളിക്കട്ടെന്നും പറഞ്ഞു തുടങ്ങിയതാണ്. അവസാനം കളി കാര്യമായി. കളി കാര്യമായി. അപ്പോൾ കളിക്കട്ടെ ഒന്ന് പറഞ്ഞ് കണക്കൊപ്പിച്ചെടുത്തേക്കട്ടെ. ഇവിടുന്ന് ഒരു 12 പേര്, അവിടുന്ന് ഒരു 12. അപ്പൊ 12 എണ്ണത്തിനൊത്ത് എഴുന്നേറ്റെന്ന അങ്ങനെ വാക്യമായി. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമിനുടെയും ശൗലിന്റെ മകനായ ഈസ്ബോത്തിന്റെയും ഭാഗത്തുനിന്ന് 12 പേരും, അവിടുന്ന് ഒരു 12 പേര്, പിന്നെ ദാവീദിന്റെ ചേവകരിൽ 12 പേരും 12 എണ്ണമൊത്ത് എഴുന്നേറ്റു. നിർത്ത്. എണ്ണമൊത്ത് എഴുന്നേറ്റു. കളിക്കാനാ എണ്ണമൊത്ത്. ഇവിടുന്ന് ഒരു 12, അവിടുന്ന് ഒരു 12, നേർക്ക് നേരെ കളിക്കാൻ നിൽക്കുക. നിങ്ങൾ ആ ഭാഗം പിന്നീട് വായിച്ചു. കളി കാര്യമായി. ഓരോ അവിടെ വായിക്കുന്ന എതിരാളി എന്നാ അല്ലേ? എതിരാളിയെ മുടിക്ക് പിടിച്ചു നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചേ. ഓരോരുത്തൻ അങ്ങനെ വായിച്ചേ. താന്താന്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തി കടത്തി ഒരുമിച്ച് വീണു. കളി കാര്യമായി എന്ന് പറഞ്ഞാൽ നീ ദൈവസഭയ്ക്കകത്ത് കളിക്കരുത്. സെക്രട്ടറി ആണെങ്കിലും കൊള്ളാം, ട്രഷറർ ആണെങ്കിലും കൊള്ളാം, കമ്മിറ്റി ആണെങ്കിലും കൊള്ളാം, കൗൺസിൽ ആണെങ്കിലും കൊള്ളാം, ജനറൽ ആണെങ്കിലും കൊള്ളാം, സ്റ്റേറ്റ് ആണെങ്കിലും കൊള്ളാം, കളിക്കരുത് ദൈവസഭയ്ക്കകത്ത്. ദൈവസഭ കളിക്കാനുള്ള സ്ഥലമല്ല. ദൈവസഭ മുമ്പേ ഓർപ്പിച്ചല്ലോ, ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാ. കളി. ഞാൻ പറയുന്നതിൽ നിങ്ങൾ എന്നോട് എതിരൊന്നും തോന്നരുത്. എനിക്കിതൊന്നും വിഷയമല്ല, അത് വേറൊരു വിഷയം. ജോയിച്ചാൻ പറയണമെന്നാ ഞാൻ പറഞ്ഞാലേ ഒക്കുള്ളൂ. പിന്നെ അതിനാ ഈ പരുവത്തിന് എന്നെ വിട്ടേക്കുന്നത്. വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വെച്ചേക്കുവോ? നല്ല ചേലായി ഒക്കെ പറയാൻ ദൈവം എനിക്ക് പ്രത്യേക അഭിഷേകം തന്നെ. എന്നോട് പറഞ്ഞ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നേരെ നെന്മാറയ്ക്ക് വെക്കോ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വിട്ടതാ. വേറെ വല്ല ഉപദേശമാര് പറഞ്ഞാൽ നിങ്ങൾ കേന്ദ്രത്തിൽ അറിയിച്ച് ട്രാൻസ്ഫർ കൊടുക്കും. എന്നെ അങ്ങോട്ട് വിടാൻ എനിക്കെങ്ങും ഇല്ല, ഞാനിങ്ങോട്ട് പോകാന്. സ്തോത്രം. കളി കാര്യമായി. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദാഹരണമാണ്, ഉടക്കാനല്ല, ഉദാഹരണമാണ്. ഞാൻ പേര് വിട്ടുപോയി, ഫുൾ നെയിം പറയണം. PV മാത്യു, സ്ഥലം പാലക്കാട്. അങ്ങനെ അഡ്രസ് PV മാത്യു, പാലക്കാട്. നമ്മൾ ഇതടിക്കുമല്ലോ ഫോട്ടോ വെച്ച്, അതിനെന്നാ പറയുന്നത്, വിസിറ്റിംഗ് കാർഡ് പരിചയപ്പെടുത്താൻ വേണ്ടി അടിച്ചതാ. ഇപ്പം വന്ന് ഞാൻ അദ്ദേഹത്തെ ഉദാഹരണമായിട്ട് എടുത്തതേ ഉള്ളൂ. അല്ലെ എൻ്റെ പേര് പാസ്റ്റർ അനീഷ് കാവാലം, ഒരു ഫോട്ടോയും വെച്ച്. തിരിച്ച് യോജിച്ചാൻ ഇങ്ങോട്ടും. അതിപ്പോ കാര്യമായി. പാസ്റ്റർ അനീഷ് കാവാലം, സ്ഥലം കാവാലം, ജില്ല ആലപ്പുഴ, താലൂക്ക് കുട്ടനാട്, വില്ലേജ് കുന്നമ്മ, പഞ്ചായത്ത് കാവാലം. ഇത്ര ആദ്യം അടിച്ചത്. കളിയാ, പക്ഷെ കാര്യമായപ്പോ വേറെ എല്ലാം ഇപ്പൊ അതിനകത്ത് വരുന്നുണ്ട്. എതിരാളിക്ക് മുടിക്കുത്തിന് പിടിച്ചെന്ന് പറഞ്ഞാൽ എതിരാളിക്ക് വേദന ഉണ്ടാക്കുന്നതാ ഇപ്പൊ എഴുതി വിടുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു സഭയെ കൂടുന്നതാ, ഒരു സെന്ററിൽ കൂടുന്നതാ, ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്നതാ.
പക്ഷെ എതിരാളിക്കും അവന്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും മനോവേദന ഉണ്ടാക്കുന്നതാ എഴുതി പിടിപ്പിക്കുന്നത്. ഇത് ദൈവികമല്ല, ഇത് ദൈവം അംഗീകരിക്കത്തില്ല. സ്തോത്രം. അതല്ല, എതിരാളിയുടെ മുടി പിടിച്ച വേദനയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുകയല്ലേ അല്ലേ? അവൻ ശരിയല്ല, ആ പുള്ളി ശരിയല്ല, ഞാനാണ് ശരി. പിന്നെ ജയിക്കാൻ വേണ്ടി എന്തും ഫേസ്ബുക്കിനകത്തും പിന്നെ എന്തിനകത്തൊക്കെ എഴുതുന്നേ, വാട്സപ്പില്, പിന്നെ വേറെ ഏതാണ്ടുണ്ട്. എനിക്കറിയത്തില്ല എന്നാന്ന്, നമ്മൾ ഇത് എഴുതാത്തതുകൊണ്ട് ഇത് അറിയത്തില്ല എന്നാന്ന്. ഇത് പാടില്ല, പാടില്ല. നിന്റെ കൂട്ടു സഹോദരനാ, നിന്റെ കൂട്ടുവിശ്വാസിയാ, അവനെയും അവളെയും യേശുവിന്റെ രക്തത്തെ വീണ്ടെടുക്കപ്പെടുത്തി അന്യോന്യം ചെളിവാരി എറിയരുത്. ജയിക്കുവോ തോക്കുവോ എന്നുള്ളതല്ല വിഷയം, അന്യോന്യം ചെളിവാരി എറിയരുതെന്ന്. പാടില്ല, ദൈവം പൊറുക്കത്തില്ല. ഞാൻ അതിന് ന്യായമായ ഒരു വശം പറയാം. നമ്മുടെ സഭയ്ക്ക് നേതൃത്വം ആവശ്യമാണ്. ഒരു സഭയല്ലയോ അത്, ഈ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നിയമവും രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എല്ലാം ഭംഗിയായിട്ട് പോകണം. പക്ഷെ അത് ചെളിവാരി എറിഞ്ഞും കരിവാരി തേച്ചും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ഒരു കസേര പിടിച്ചെടുക്കരുത്. എടുത്താൽ അധിക നാളാ കസേര ഇരിക്കാൻ. ഞാൻ ഇപ്പൊ അത്രയും ഭാഗം പറഞ്ഞ് അങ്ങ് വിടുക. അവിടെ വായിക്കുന്നത്, കളി കാര്യമായി ഓരോരുത്തരും എതിരാളിയുടെ ഓരോരുത്തൻ താന്റെ എതിരാളിയെ മുടുക്കി പിടിച്ചു വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. എങ്ങനെയുണ്ട്? ഇവിടെ 12, അവിടെ 12, 24 എണ്ണം പാട്ടു. ഇത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പൊ എത്ര കുടുംബത്തിനാ മനപ്രയാസം? 24 കുടുംബത്തിൽ. രണ്ടുപേരും ഒപ്പിച്ച വിനയ. അബ്നേരും യോവാബും കൂടെ ഒത്തത്. അബ്നേരും യോവാബും കൂടെ കളിക്കാൻ കയറി. ഇപ്പൊ 24 കുടുംബത്തിൽ പ്രശ്നം. അപ്പൊ ഈ 12, 24 വീണപ്പോ കളി നിർത്തണ്ടേ? എന്നിട്ടും നിർത്തിയില്ല. നിങ്ങൾ നാടോട്ട് പഠിച്ചാൽ അറിയാം. അസായാല് ശീഘ്രഗാമിയാ കാട്ടുകലയെ പോലെ. അവന് യോവാബിന് നേർക്ക് ചെന്നു, അബ്നേരിന് നേർക്ക് ചെന്നു. അബ്നേർ ഉടനെ പറഞ്ഞു, ഡാ ഓ നിർത്ത്, മതി, ഞാൻ കളിക്കാനില്ല, നിർത്ത്, പോവുകയല്ല. പിന്നെയും ചെന്ന് കളിക്കാൻ. അബ്നേര് അസാഗേലിനെ തീർത്തു. പിന്നെ പ്രശ്നം തീരുന്നില്ല. നിങ്ങളുടെ പുസ്തകം വായിച്ചാൽ അറിയാം. അബ്നേര് അസാഗേലിനെ വകവരുത്തി. പിന്നീട് ആ കളി അന്ന് അവിടെ വെച്ച് തീരുന്നില്ല. കാരണം ഇത് തലമുറ കണ്ട് വളരുക. അവരും ഇതൊക്കെ തന്നെ. വല്യപ്പൻ ചെയ്തു വെച്ച വിനയാ. അതിങ്ങനെ നമ്മൾ പാർട്ടിക്കാരും ചിലൊക്കെ ഈ മുദ്രാവാക്യം വിളിക്കുമല്ലേ, തലമുറയായി ഞങ്ങളിത് കൈമാറാം, മേടിക്കട്ടെ. അബ്നേര് അസാഗേലിനെ വകവരുത്തി. തീർന്നോ? അവസാനം അബ്നേരിനെ യോവാബ് സ്വകാര്യം പറയാനാന്നും പറഞ്ഞ് വിളിച്ചു മാറ്റി നിർത്തിച്ചു. അവനെ തീർന്നു. എന്നിട്ടും തീർന്നില്ല. ദാവീദ് മരിക്കാൻ നേരത്ത് ശലോമോനോട് പറഞ്ഞു, നീ യോവാബിനെ സൂത്രത്തെ തട്ടിയാക്കാൻ. ഒരു ചെറിയ കളി തുടങ്ങിയതാ. അതുകൊണ്ട് ദൈവദാസൻ എന്നുള്ള നിലയിൽ ഈ വചനത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും പറയാം, സഭ കളിക്കാനുള്ള സ്ഥലമല്ല. സഭ കളിക്കാനുള്ള സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം നടത്തിയ വിധങ്ങളും വഴികൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള സമയം. താഴ്ചയിൽ നമ്മെ ഓർത്താധരിച്ചല്ലോ, വീഴ്ച എന്നിയെ കാത്തോമനിച്ചല്ലോ, വൈദികൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ, ദയ എന്നും അവന്, താൻ നല്ലവനല്ലോ, സ്തുതി എന്നും അവന്, താൻ ഉന്നത